ഭൂമി ദേവിയുടെ പുത്രനായ നരകാസുരൻ ദുഷ്ടനും ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരത്താൽ കരുത്തനുമായിരുന്നു. നരകാസുരനെ കൃഷ്ണൻ വധിച്ച കഥയാണ് ഇന്ന് കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വിഷു ആവാറായി, വിഷുക്കാലമാണ്. അതുകൊണ്ട് ഈ ഒരു ആഴ്ച മുഴുവൻ വിഷുവായിട്ട് ബന്ധപ്പെട്ട കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് കരുതുന്നത്. വിഷുക്കണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വിഷുക്കണി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കൃഷ്ണനുമായിട്ടാണ്. കൃഷ്ണവിഗ്രഹം ഇല്ലാത്തൊരു വിഷുക്കണി നമുക്ക് ചിന്തിക്കാൻ പറ്റാറില്ല. ഈ കൃഷ്ണന് വിഷുവായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് വന്നത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കഥകൾ വിഷുവിൻ്റെ ഐതിഹ്യമായിട്ട് പുരാണത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സാക്ഷാൽ നരകാസുര വധം എന്ന് വിളിക്കപ്പെടുന്ന ഭാഗവതം ദശമസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്ന ഈ കഥ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് എങ്ങനെയാണ് ആ കഥ ഉണ്ടായത് എന്നറിയാം. അതിനാദ്യം നരകാസുരൻ ആരാണ് എന്നറിയണം. നരകാസുരൻ ഒരു അസുരനാണ് എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം എങ്ങനെ ജനിച്ചു? പണ്ട് ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുരൻ, അദ്ദേഹം ഭൂമിയെ തട്ടിക്കൊണ്ടുപോയി പാതാളത്തിൽ കൊണ്ടുപോയി പൂഴ്ത്തി വെച്ച സമയത്ത് സാക്ഷാൽ നാരായണൻ വരാഹമൂർത്തിയായിട്ട് വന്ന് അദ്ദേഹത്തെ വധിച്ച് ഭൂമിയെ തൻ്റെ തേറ്റ കൊണ്ട് എടുത്തുയർത്തി യഥാസ്ഥാനത്ത് വെച്ചു എന്നാണ്. ഈ സമയത്ത് വരാഹമൂർത്തിയിൽ നിന്ന് ആ ഭൂമി ദേവി ഗർഭം ധരിക്കുകയും ആ ഭൂമി ദേവിക്ക് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് ഈ പറഞ്ഞ നരകാസുരൻ എന്നാണ് വിശ്വാസം. അദ്ദേഹം പ്രാഗ് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ദൈത്യപുരി ഉണ്ടാക്കി അവിടുത്തെ രാജാവായിരുന്നു. അദ്ദേഹം വലിയ ദുഷ്ടനായിരുന്നു, അച്ഛനേക്കാൾ വലിയ ദുഷ്ടനായിരുന്നു. എല്ലാവരെയും ദ്രോഹിക്കുക, ബുദ്ധിമുട്ടിക്കുക, അയൽപക്കത്തുള്ള നല്ല രാജാക്കന്മാരെയൊക്കെ പോയിട്ട് ആക്രമിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശീലമായിരുന്നു. സാധാരണ രീതിയിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു കീഴ്വഴക്കാണ് സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ആരും ഉപദ്രവിക്കാറില്ല. എന്നാൽ ഇദ്ദേഹം ആവട്ടെ പല രാജ്യങ്ങളെയും ആക്രമിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ രാജ്യത്തെ രാജകുമാരികളെ മുഴുവൻ പിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ കാരാഗൃഹത്തിൽ ബന്ദികളാക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് 16,000-ഓളം രാജകുമാരിമാരെ ഇദ്ദേഹം പല സ്ഥലത്തു നിന്നായിട്ട് കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ പാർപ്പിച്ചിരുന്നു എന്നാണ് കഥയിൽ പറയുക. ഇങ്ങനെ കഴിയുന്ന സമയത്താണ് ഈ നരകാസുരൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരൻ ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ കുണ്ഡലങ്ങളും വെൺകൊറ്റക്കൊടയും മോഷ്ടിക്കുന്നത്. ഇതോടുകൂടി ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ ദ്വാരകയിൽ ചെന്ന്, അക്കാലത്ത് ഭഗവാന്റെ കൃഷ്ണാവതാരം ഭൂമിയിൽ നടക്കുന്ന സമയമായിരുന്നു, ദ്വാരകയിൽ പോയി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇങ്ങനെ ഈ നരകാസുരൻ എൻ്റെ അമ്മയുടെ വേണ്ടപ്പെട്ട ചില സ്വത്തുക്കളൊക്കെ അപഹരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഈ സമയത്ത് വേറൊരു ദൂതൻ വഴിയും ഭഗവാൻ അറിയുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ ഇയാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കുറേ രാജകുമാരിമാരെ ഇയാൾ ബന്ദികളാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഈ രാജകുമാരികളെ മോചിപ്പിക്കണം എന്നുള്ളൊരാവശ്യവും ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ രണ്ടാവശ്യങ്ങളും ഒരുമിച്ച് പരിഹരിച്ച് കളയാമെന്ന് കരുതി ഭഗവാൻ സ്മരിച്ച് തൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ അവിടെ വരുത്തി. ഗരുഡൻ്റെ പുറത്തേക്ക് ഭഗവാൻ യുദ്ധസന്നാഹത്തോടു കൂടി കയറാൻ പോകുന്ന സമയത്ത് തൻ്റെ പത്നിയായിട്ടുള്ള സത്യഭാമയും ഞാനും അങ്ങയുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് കയറിയ സാക്ഷാൽ ഭഗവാൻ നാരായണനായിട്ടുള്ള കൃഷ്ണൻ ആ പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പുറപ്പെടുന്നു. സത്യഭാമ എന്ന് വിളിക്കപ്പെടുന്ന പത്നിയോടുകൂടി യുദ്ധസന്നാഹത്തോടു കൂടി പുറപ്പെട്ട ആ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരായിട്ടുള്ള മുരൻ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള അസുരന്മാരെ വധിച്ച് സാക്ഷാൽ നരകാസുരനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയതാണ്. ഈ സമയത്ത് ഭഗവാനെ യുദ്ധത്തിൽ സത്യഭാമ സഹായിച്ചു എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് നരകാസുരൻ മരിക്കുന്നു. ആ ബന്ദികളാക്കിയിരുന്ന മുഴുവൻ രാജകുമാരിമാരെയും ഭഗവാൻ മോചിപ്പിക്കുന്നു. ഇന്ദ്രന്റെ അമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചു നൽകുന്നു. സന്തോഷമായിട്ട് ഭഗവാൻ അവിടുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ രാജകുമാരിമാരെല്ലാവരും ചേർന്ന് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രാർത്ഥന ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുന്നത്. ഭഗവാനെ, ഇത്രയും നാൾ ഞങ്ങൾ ഈ ദുഷ്ടന്റെ അടിമകളായി, ഈ ദുഷ്ടന്റെ കാരാഗ്രഹത്തിലായിരുന്നു, ഞങ്ങളെ അവൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല. ഞങ്ങൾക്ക് ഇനി ഒരു ദാമ്പത്യം ഉണ്ടാവാൻ പോണില്ല, ഞങ്ങൾ ആരും സ്വീകരിക്കാൻ പോകുന്നില്ല, ഇത്രയും കാലം ഇവൻ്റെ കൂടെ കഴിഞ്ഞു എന്നുള്ള ദുഷ്പേരുകൊണ്ട് ഞങ്ങളുടെ ജന്മം മുഴുവൻ വൃഥാവിലായി, അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണേ എന്ന് ഭഗവാനോട് പറയുന്നു. കരുണാവാരിധിയായിട്ടുള്ള ഭഗവാൻ ആ പെൺകുട്ടികളുടെ വിഷമം കണ്ട് ആ 16,000 പേരെയും തൻ്റെ ഭാര്യമാരാക്കി സ്വീകരിച്ചു എന്നുമാണ് കഥയിൽ പറയുന്നത്. ഇങ്ങനെയാണ് നരകാസുര വധം കഥ ദശമസ്കന്ധത്തിൽ വിശദീകരിക്കുന്നത്. ഇങ്ങനെ 16,000 പെൺകുട്ടികളെ ഭഗവാൻ സ്വീകരിച്ചതുകൊണ്ടും 8 പേര് ഭഗവാന് പത്നിമാരായിട്ടുള്ളത് കൊണ്ടും
മുഴുവനായി നമ്മൾ 16,008 ഭാര്യമാര് ഭഗവാൻ കൃഷ്ണനുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ലീലയെ വളരെയധികം അപഹസിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കൃഷ്ണൻ ഇത്രയധികം വിവാഹം ചെയ്തില്ലേ, കൃഷ്ണൻ ഒരു സ്ത്രീലമ്പടനായിട്ടുള്ള ആളാണോ തുടങ്ങിയിട്ടൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരാറുണ്ട്. കൃത്യമായിട്ട് ഭാഗവതം എന്താണെന്ന് മനസ്സിലാക്കാതെ, സാക്ഷാൽ നാരായണനായിട്ടുള്ള കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ കഥകൾ വെറും സാധാരണ കഥകളായിട്ട് മാത്രം കാണുന്നവരാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭാഗവതം പഠിക്കുന്ന സമയത്ത്, ഭഗവാനെക്കുറിച്ച് അറിയുന്ന സമയത്ത് എന്താണ് ഈ 16,008 എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന നാരായണീയത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ നടുവിൽ ഭഗവാൻ നിൽക്കുന്നു എന്നും, അറിവിൻ്റെ കേന്ദ്രമായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു എന്നാണ്. രണ്ടാമത്തെ ഒരു വശം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ഭഗവാൻ എടുത്തൊരു ശ്രമം അങ്ങനെ കണക്കാക്കാം. അല്ലെങ്കിൽ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ഭഗവാൻ ലയിപ്പിച്ചതായിട്ട് കണക്കാക്കാം. ഏത് രീതിയിൽ നമ്മൾ കണക്കാക്കിയാലും അതിൻ്റെ സമാനാടിസ്ഥാനത്തിലുള്ള അർത്ഥമല്ല അതിനുള്ളതെന്ന് മനസ്സിലാക്കുക. കുറേ സ്ത്രീകളെ കൃഷ്ണൻ വിവാഹം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് സനാതന ധർമ്മത്തെ തന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. കൃഷ്ണസങ്കല്പത്തെ തന്നെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ വിഷുക്കാലത്ത് വിഷുവിൻ്റെ ഐതിഹ്യമായിട്ട് കണക്കാക്കുന്ന നരകാസുര വധം കഥ ഓർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും എന്താണ് ഭഗവാൻ ഈ വിഷുക്കാലത്ത് കരുതി വെച്ചിരിക്കുന്ന കൈനീട്ടം എന്നുള്ളത് നന്ദിയോടുകൂടി സ്മരിക്കാൻ സാധിക്കട്ടെ. അത് മറ്റൊന്നും തന്നെയല്ല, നമ്മളാകുന്ന ജീവാത്മാവിനെ ഭഗവാൻ ആ പരമാത്മാവിലേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തട്ടെ എന്ന് മാത്രമാണ്. ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു വിഷു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.